പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ഉടൻ. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ പാർലമെന്റിൽ ചേരുന്ന യോഗത്തിൽ പങ്കെടുക്കാനെത്തി. യോഗത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രിമാർ രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം കരസേനാ മേധാവി പഹൽഗാമിലേക്ക് തിരിക്കും. വിവരങ്ങളുമായി ഗൗതമൻ നാരായണൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ഗൗതം, വളരെ സുപ്രധാനമായൊരു യോഗം. അതിർത്തിയിൽ സാധാരണക്കാരായ നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കുകയാണ് ഭീകരർ വന്ന്. അത് വളരെ ഗൗരവത്തോടെ ആ നിമിഷം മുതൽ ഇതുവരെ കേന്ദ്ര സർക്കാർ കണ്ടിട്ടുമുണ്ട്, മന്ത്രിമാർ പ്രതികരിച്ചിട്ടുമുണ്ട്. ഇതിപ്പോൾ സർവകക്ഷി യോഗമാണ്, ഏറെ നിർണായകം. കൃഷ്ണരാജ, അല്പസമയത്തിനകം ഈ പിന്നിൽ കാണുന്ന പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ആരംഭിക്കുകയാണ്. നമുക്കറിയാം, അതിർത്തിയിലെ സാഹചര്യങ്ങൾ കലുഷിതമായി മാറുന്നു. ഒപ്പം നയതന്ത്രപരമായ വലിയ നീക്കങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടക്കുകയാണ്. പഹൽഗാം സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത്. അല്പസമയം മുൻപ് പാർലമെന്റിന്റെ അനക്സ് ഹാളിലേക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തി. കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു എത്തിയിട്ടുണ്ട്. ഒപ്പം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഇപ്പോൾ എത്തും. രാജ്നാഥ് സിംഗിന്റെയും അമിത്ഷായുടെയും നേതൃത്വത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ യോഗം നടക്കുന്നത്. ഒപ്പം മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം പ്രതിനിധികൾ ഈ യോഗത്തിന് ഇതിനകം തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള സാഹചര്യങ്ങളെപ്പറ്റി മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളോട് വിശദീകരിക്കും. പ്രത്യേകിച്ച് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്ന തീരുമാനങ്ങൾ. ഇന്നലെ വൈകുന്നേരം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സുരക്ഷാകാര്യ സമിതി യോഗം ചേർന്നുകൊണ്ടെടുത്ത തീരുമാനങ്ങളുണ്ട്. വാഗ അതിർത്തി അടയ്ക്കുന്നതും അതോടൊപ്പം തന്നെ പാകിസ്ഥാനുമുള്ള നയതന്ത്ര ബന്ധങ്ങൾ പൂർണ്ണമായി വിച്ഛേദിച്ചുകൊണ്ട് സിന്ധു നദീജല കരാറിന്റെ മരവിപ്പിക്കൽ, അതുപോലെ തന്നെ പാകിസ്ഥാനി പൗരന്മാർ ഇന്ത്യയിൽ കഴിയുന്നവരോട് എത്രയും പെട്ടെന്ന് തിരികെ പോകുക, അല്ലെങ്കിൽ അവരുടെ വിസ റദ്ദാക്കുക തുടങ്ങിയ നടപടികൾ. അങ്ങനെ കടുത്ത തീരുമാനത്തിലേക്ക്, യുദ്ധ കാലഘട്ടങ്ങളിൽ പോലും എടുത്തിട്ടില്ലാത്തതായ കടുത്ത തീരുമാനങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നതായിരുന്നു ഇന്നലത്തെ ഈ സുരക്ഷാകാര്യ സമിതി യോഗത്തിന്റെ തീരുമാനങ്ങൾ എന്നുള്ളത്. അക്കാര്യങ്ങൾ ഇന്ന് ഈ സർവകക്ഷി യോഗത്തിനകത്ത് കേന്ദ്ര മന്ത്രിമാർ വിശദീകരിക്കും. എന്തുകൊണ്ടാണ് അത്തരമൊരു കടുത്ത തീരുമാനം എടുത്തത് എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണമാകും നൽകുക. അതോടൊപ്പം തന്നെ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ജമ്മു കാശ്മീരിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ചും കേന്ദ്ര സർക്കാർ ഈ യോഗത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതിനുശേഷം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾക്ക് പറയാനുള്ളത് കൂടി സർക്കാർ കേട്ടതിന് ശേഷമാകും രാത്രി ഈ സർവകക്ഷി യോഗം അവസാനിക്കുക. എന്തായാലും ഈ യോഗം അല്പസമയത്തിനകം തന്നെ പാർലമെന്റിന്റെ അനക്സ് ഹാളിൽ ആരംഭിക്കാൻ പോവുകയാണ്. ഈ യോഗത്തിന് മുന്നോടിയായ ചില മാരത്തോൺ ചർച്ചകൾ ഇന്നിപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച് നടന്നിരുന്നു. ഇന്ന് വൈകുന്നേരമാണ് 3 മണിയോട് കൂടിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും രാഷ്ട്രപതി ഭവനിൽ എത്തി രാഷ്ട്രപതിയെ കണ്ടത്. ജമ്മു കാശ്മീരിലെ ഇപ്പോഴത്തെ സാഹചര്യവും അതോടൊപ്പം തന്നെ നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെതിരെ ഭാരതം കൈക്കൊണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളും അമിത്ഷാ രാഷ്ട്രപതിയോട് വിശദീകരിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ സർവകക്ഷി യോഗത്തിനായി ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി എത്തി. ശരി, മറ്റൊന്നുകൂടി ഉണ്ടല്ലോ, നമ്മുടെ കരസേനാ മേധാവി പഹൽഗാമിലേക്ക് തിരിക്കുന്നു. കൃഷ്ണരാജെ, നാളെയാണ് അദ്ദേഹം ശ്രീനഗറിലേക്ക് രാവിലെ എത്തുക. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി കൂടി ജമ്മു കാശ്മീരിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം, ഈ ഭീകരാക്രമണം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അന്ന് രാത്രി തന്നെ ജമ്മു കാശ്മീരിലെത്തി. ശ്രീനഗറിൽ ഉന്നതതല യോഗം ഉൾപ്പെടെ വിളിച്ചാണ് പിന്നീട് ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടെ അദ്ദേഹം നേരിട്ട് നേതൃത്വം നൽകിയിരുന്നു. ഇന്നലെ വൈകുന്നേരം മാത്രമാണ് അദ്ദേഹം തിരിച്ച് ഡൽഹിയിലേക്ക് എത്തിയത്. അതിനുശേഷം ഇപ്പോൾ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി കൂടി നാളെ ശ്രീനഗറിലേക്ക് എത്തും. ശ്രീനഗറിൽ മുതിർന്ന സൈനിക മേധാവികളെ കണ്ടതിന് ശേഷമാകും അദ്ദേഹം പഹൽഗാമിലേക്ക് പോകുക എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. മാത്രമല്ല, അതിർത്തിയിലെ സാഹചര്യങ്ങൾ കൂടി അദ്ദേഹം നേരിട്ട് പരിശോധിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം വളരെയധികം സങ്കീർണമാകുന്ന രീതിയിലേക്ക് അതിർത്തിയിൽ കാര്യങ്ങൾ പോവുകയാണ്. അത് ഇന്നലെ തന്നെ രാവിലെ പാകിസ്ഥാന്റെ വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ വരുന്ന മറ്റൊരു ആശങ്കയുണ്ടാക്കുന്ന വാർത്ത നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. പഞ്ചാബിലെ ഫിറോസ്പൂർ മേഖലയിൽ ഒരു BSF ജവാൻ പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ അബദ്ധവശാൽ പെട്ടിട്ടുണ്ട്. 2019 പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ഇതേ രീതിയിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടിരുന്നു. ഫെബ്രുവരി 26 ഭാരതം എയർ സ്ട്രൈക്ക് നടത്തി. പിന്നീട് അതിന് പകരമായി
ഭാരതത്തിൻ്റെ വ്യോമാതിർത്തിയിലേക്ക് പാകിസ്ഥാൻ കടന്നു വരാൻ ശ്രമിക്കുകയും അതിനെ നമ്മുടെ പോർ വിമാനങ്ങൾ പ്രതിരോധിക്കുകയും ഒക്കെ ചെയ്തത് ഒരു യുദ്ധം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകുമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അന്നത്തെ അന്തരീക്ഷം കൊണ്ടെത്തിച്ചിരുന്നു. ഇപ്പോൾ മറ്റൊരു തലത്തിൽ നോക്കുകയാണെങ്കിൽ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഏതാണ്ട് പുൽവാമയ്ക്ക് ശേഷം ഉണ്ടായിരുന്ന സാഹചര്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് നമുക്ക് അല്ലെങ്കിൽ അത്തരം റിപ്പോർട്ടുകളാണ് ഡൽഹിയിലും അതോടൊപ്പം തന്നെ ശ്രീനഗറിൽ നിന്നും നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. എന്തായാലും ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നലെയും ഇന്നുമായി വളരെ സുപ്രധാനമായ നീക്കങ്ങളാണ് നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഭ്യന്തരമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഒരുമിച്ചെത്തിയാണ് രാഷ്ട്രപതിയോട് സാഹചര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഒപ്പം രാവിലെ റോയുടെയും അതോടൊപ്പം തന്നെ IB-യുടെയും മേധാവികൾ തമ്മിലൊരു നിർണായകമായ ചർച്ച നടന്നു. രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗവും അതോടൊപ്പം തന്നെ ഭാരതത്തിന് പുറത്ത് നടക്കുന്ന വിഷയങ്ങളെ കൃത്യമായി തന്നെ ചോർത്തിയെടുക്കുന്ന റോയും ഈ രണ്ട് പ്രധാനപ്പെട്ട രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെയും മേധാവികൾ തമ്മിലൊരു കൂടിക്കാഴ്ച നടന്നു. ഇന്നലെ സൗത്ത് ബ്ലോക്കിലെത്തി പ്രതിരോധ മന്ത്രിയുമായി കരസേനയുടെ മേധാവി ജനറൽ ഉപേന്ദ്ര ത്രിവേദിയും അതോടൊപ്പം തന്നെ നാവികസേനയുടെ മേധാവി അഡ്മിറൽ ദിനേശ് ത്രിപാഠിയും സൗത്ത് ബ്ലോക്കിലെത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ കണ്ട് സാഹചര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇന്നും ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് തിരക്കിട്ട ചർച്ചകൾ നടന്നത്. എന്തായാലും ഇപ്പോൾ ഈ സർവകക്ഷി യോഗം ആരംഭിക്കാൻ പോവുകയാണ്. ആ സർവകക്ഷി യോഗത്തിനകത്ത് കേന്ദ്ര സർക്കാർ ഈ നിലപാടുകളെല്ലാം വിശദീകരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശരി, പഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം അല്പസമയത്തിനകം തുടങ്ങും. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതമാനന്ദ നാരായണൻ.